കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇറാൻ യുഎയിലെ ദിബ്ബ തീരത്ത് ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതായി UK മാരിടൈം ഓപ്പറേഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. സംഘർഷം രൂക്ഷമായതോടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് നിശ്ചലമായിട്ടുള്ള അവസ്ഥയിലാണ്. പശ്ചിമേഷ്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് 4 രാത്രിയായി തുടർച്ചയായ ആക്രമണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 ദിവസമായി കുവൈറ്റിലേക്കുള്ള ആക്രമണം ഇറാൻ തുടരുകയാണ്. ഇന്ന് ഏറ്റവും വലിയ ആക്രമണം നടന്നത് കുവൈറ്റിലെ ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾക്ക് നേരെയും വൈദ്യുതി വിതരണ സംവിധാനങ്ങൾക്ക് നേരെയുമാണ്. രാജ്യത്ത് നിരവധി ഇടങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഊർജ്ജ മന്ത്രാലയം ആളുകളോട് ഒരു കാരണവശാലും ഇപ്പോൾ എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ആളുകൾക്ക് സാധാരണ ജനജീവിതം ദുസ്സഹമാക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ളൊരു തീരുമാനം. കാരണം ഏതാണ്ട് ഒരു 50 ഡിഗ്രി സെൽഷ്യസിന്റെ അടുത്ത് എത്തി നിൽക്കുന്നതാണ് ചൂടെന്ന് പറയുന്നത്. അപ്പോൾ അത്യുഷ്ണത്തിൽ AC ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബഹ്റൈനിലേക്കും വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ബഹ്റൈനിൽ പ്രധാനമായും സൈനിക കേന്ദ്രങ്ങൾക്ക് ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ പോലും സാധാരണ ആളുകൾ താമസിക്കുന്ന മേഖലകളിലേക്കൊക്കെ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് കേടുപാടുകൾ സംഭവിക്കുന്നു. ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ഖത്തറിലും ഇന്ന് ആക്രമണ സാധ്യതയുള്ള മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ജോർദാനിലേക്കും വലിയ ആക്രമണം തുടരുന്നുണ്ട്. ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ അവകാശപ്പെടുന്നുമുണ്ട്. ഇത്തരത്തിൽ ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടരുമ്പോഴാണ് അമേരിക്ക ഇറാനിലേക്കുള്ള ആക്രമണവും തുടരുന്നുണ്ട്. UAEയുടെ തുറമുഖത്ത് ദിബ്ബ മേഖലയിലും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ ഓരോ നിമിഷവും ഓരോ ദിവസവും കൂടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ളത്. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.